അഷ്റഖ ബൈത്തിലെ യാ വലിയൽ ഹസനാത്തി എന്നത് അതിൽപ്പെട്ടതല്ലെന്നും അത് അള്ളാഹുവിനോടുള്ള സംബോധനയല്ലാത്തതിനാൽ കൈയുയർത്തേണ്ടതില്ലെന്നും അങ്ങു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില ഷറഹുകളിൽ അഷ്റഖ ബൈത്തിൽ പെട്ടതായി ഉദ്ധരിച്ചിട്ടുണ്ടെന്നും ബൈത്തിലെ അവസാന വരി റബ്ബനർഹംന എന്നത് അള്ളാഹുവിനോടുള്ള സംബോധനയാണെന്നും മറുപടി പറഞ്ഞു കാണുന്നു. അള്ളാഹുവിനോടുള്ള സംബോധനയല്ല എന്നതിന് ന്യായം പറയുന്നത് പൂജ്യ ബഹുവചനമാണല്ലോ. ഇത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പാടുള്ളതല്ല എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ? നബിയോട് അപേക്ഷിക്കുമ്പോൾ കൈയുയർത്തരുതെന്ന് നിയമമുണ്ടോ? നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ് ഇത് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി പൂജ്യ ബഹുവചനം എന്ന് പറയുന്നത് ഉപയോഗം മുസ്ലിമീങ്ങൾക്കിടയിൽ ഒട്ടും നടപ്പില്ല. അത് ശിർക്കിനെ ദ്യോതിപ്പിക്കുന്ന ഉപയോഗമാണ്. ശിർക്കിനെ ദ്യോതിപ്പിക്കുന്ന ഉപയോഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശരീഅത്തിൽ വിലക്കുണ്ട്. നിങ്ങൾ എന്ന് അള്ളാഹുവിനെ നമ്മൾ പറയുന്നില്ല. കാരണം നിങ്ങൾ എന്ന് ഒരാളെയും പറയാം, 2-3 ആളുണ്ടെങ്കിൽ ആ സംഘത്തെയും പറയാം. അപ്പൊ സംഘത്തെ പറയുന്ന സംബോധന അള്ളാഹുവിനോട് നടത്താതെ നീ എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ലാതെ. നല്ല ബഹുമാനം ഉണ്ടെങ്കിലും അള്ളാഹിനോട് അള്ളാഹുവേ നീ എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നത് തന്നെ നിങ്ങൾ എന്ന് അള്ളാഹുവിനോട് ബഹുമാനിച്ചോ താങ്കൾ എന്ന് ബഹുമാനിച്ചോ ഒക്കെ പറയുന്നത് അത് പൂജ്യ ബഹുവചനമാകുന്ന രീതിയിൽ കൂടി ഉപയോഗിക്കുന്ന ആ രൂപം വന്നാൽ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും കൂട്ടുകാരുണ്ട് അള്ളാഹുവിന് എന്ന് ബഹുദൈവ വിശ്വാസികളുടെ ആ സംസ്കാരം നമ്മുടെ ഈ ശബ്ദത്തിൽ പ്രകടമാകും എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വിലക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ വിലക്കപ്പെട്ടതാണ്. ശിർക്ക് ദ്യോതകമാവുന്ന ഈഹാമു ശിർക്ക് എന്നാണ് ഇതിന് പറയാം. ശിർക്കല്ല, ശിർക്കിൻ്റെ ഈഹാമ, തെറ്റായി ശിർക്കിനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഉപയോഗങ്ങൾ മൊത്തമായി തന്നെ വിലക്കപ്പെട്ടതാണ്. ആ നിലക്ക് പൂജ്യ ബഹുവചനം അള്ളാഹുവിനെ കുറിച്ച് ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കൽ വിലക്കപ്പെട്ട ഈ കാമു ശിർക്കിൻ്റെ പേരിൽ വിലക്കപ്പെട്ടതിൽ ഉൾപ്പെടുകയും ചെയ്യും. കഫീറു അന്നീ ദുനൂബി എന്നാണ് യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്നത്. കഫിറൂഹൂന. അപ്പൊ അത് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോൾ പൂജ്യ ബഹുവചനമായി നമുക്ക് പറയാം. അതുകൊണ്ട് ഗഫിറു എന്ന് ബഹുവചനം വെച്ചപ്പോൾ മനസ്സിലാക്കാം ഇത് അള്ളാഹിനോടല്ല എന്നുള്ളത് എന്ന് ഞാൻ എൻ്റെ ഒരു നിഗമനം പറഞ്ഞാണ്, മനസ്സിലാക്കി പറയുന്ന ഒരു നിഗമനം. യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്നതിൽ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ് ധാരാളമുള്ളത്. ആ വിശേഷണങ്ങളൊക്കെ നബിയെയും വിശേഷിപ്പിക്കാം. പാപം പൊറുക്കുന്നവരെ, പാപം മറക്കുന്നവരെ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അങ്ങനെ വിശേഷിപ്പിച്ചാൽ അത് നബിയോടുള്ള ഇസ്തിശ്ഫാഇൻ്റെ ഇസ്തിഗാസയുടെ ഇനങ്ങളിൽപ്പെട്ട, നബിയെ നേരിട്ട് വിളിച്ച് സംബോധന ചെയ്ത് അള്ളാഹുവിനോട് പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് ശുപാർശകനായി നിൽക്കണം എന്ന് അപേക്ഷിക്കുന്ന രീതിയിലുള്ള പ്രയോഗമാണ് ആകാനാണ് സാധ്യത. അങ്ങനെയാണ് അത് ആദ്യമായി കൊടുത്തതിലുള്ളത്. ഷർഹുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഷർഹുകളിലൊന്നും ഇതില്ല. ഇനി ഏതെങ്കിലും ഷർഹുണ്ടോ എനിക്കറിയാം. ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതാരെങ്കിലും എഴുതുന്നേക്കാർ. പഴയ കാലത്ത് ഇതിനുണ്ടാക്കിയ ഫതഹ് സമൂഹം തുടങ്ങി പല ഹാഷിയകളും ഞാൻ നോക്കിയിട്ടുണ്ട്. ആ ഹാഷിയകളിലൊന്നും യാ വലിയൽ ഹസനാത്തി ഇല്ല. ഇപ്പം ഞാൻ ഈ കാണിച്ച പഴയ കോപ്പിയിൽ, ഞാൻ പ്രത്യേകം കാണിച്ച ഇതിനെ പഴയ കോപ്പിയിൽ ഇതില്ല എന്ന് പറയാൻ. ഇത് വെറും മൗലൂദിൻ്റെ ഏടാ, ഷർഹല്ല, വെറും മൗലൂദ്. ആ മൗലൂദിൻ്റെ ഏടിൽ യാ വലിയൽ ഹസനാത്തി ഇല്ല. അപ്പം ഇല്ലാത്ത പഴയ കാലത്ത് ആ ഏടുകളുടെ അതേ നുസ്ഖകളാണ് ഇതിൻ്റെ ഹാഷിയകളായിട്ട് രചിക്കപ്പെട്ട പഴയകാല ഹാഷിയകളിൽ ഉള്ളത്. പല ഹാഷിയകളും ഞാൻ വായിച്ചിട്ടുണ്ട്, അതിലൊന്നും ഇതില്ല. ഇനി ഏതെങ്കിലും ഹാഷിയയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അവർ ഇത് വന്നതിൻ്റെ ശേഷമായിരിക്കും ഇത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം. ഇത് ചേർത്ത് കൊടുക്കൽ പിന്നെ വന്നതാന്ന് ഇത്ര കണ്ടാന്ന് നിങ്ങൾക്ക് തിരിയല്ലോ. പഴയതിലില്ല, ഈ പഴയതിൽ ഏതായാലും ഇല്ലല്ലോ, ഇതിൻ്റെ ശേഷം ചേർത്ത് കൊടുത്താണെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പം അങ്ങനെ മനസ്സിലാക്കപ്പെട്ട ശേഷം അങ്ങനെ വന്നിട്ടുള്ളതിൽ അള്ളാഹുവിനോടുള്ള ദുആ ആകണമെന്നില്ല. ഇത് നബിയോട് തന്നെയുള്ള ഇസ്തിശ്ഫാ ആണെന്നാണ് മനസ്സിലാവുന്നതെന്ന് നമ്മൾ പറയുന്നത്. തീർത്തു പറയാൻ നമുക്ക് നിവൃത്തില്ലല്ലോ. അതുകൊണ്ട് നബിയോടുള്ള ഇസ്തിശ്ഫാ ആണെങ്കിൽ അവിടെ കൈ ഉയർത്തിയൂടെ എന്ന് ചോദിച്ചാൽ കൈ ഉയർത്താൻ ആരാ പറഞ്ഞത്? നബിയോട് ഇസ്തിശ്ഫായിൽ ആരാ പറഞ്ഞത് കൈ ഉയർത്താൻ? അതല്ലേ തെളിവ്. കൈ ഉയർത്തിയിടുക ചോദിക്കും. കൈ ഉയർത്താനാ തെളിവ് വേണ്ടത്. ദുആ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തൽ സുന്നത്താണ് എന്ന് തെളിവുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തൽ സുന്നത്താണ്. ദുആ എന്ന് പറയുന്ന അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനക്കാ പറയാം. അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ദുആ എന്ന് പറയും. ആ ദുആയുടെ നേരത്ത് കൈ ഉയർത്തൽ സുന്നത്താണ് എന്ന് കിതാബിലുണ്ട്. അങ്ങനത്തെ ദുആ അല്ലല്ലോ ഇത് ഇസ്തിശ്ഫാ ആണെങ്കിൽ എന്നാണ് ഞാൻ ഒരു സാധ്യത പറയുന്നത്.
രണ്ടാമത്തെ സാധ്യത എൻ്റെ മറുപടിയിലുള്ളതും സംസാരത്തിലുള്ളതും മറ്റൊരു സാധ്യത അള്ളാഹുവിനോടുള്ള ദുആയാണ് യാ വലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞുകൊടുത്തുന്ന അങ്ങോട്ടൊന്നാകെ എന്ന് വന്നാൽ തന്നെ കവിതയിൽ വരുന്ന ദുആകൾ മൗലിദിനിടയിലോ മറ്റോ വരുന്ന ദുആകൾ കവിതയിൽ വന്നാൽ അതിന് കൈയുയർത്തിങ്ങാണ്ട് പൊന്തിക്കുന്ന ഒരു വഴക്കം നമ്മളിലില്ലല്ലോ, അത് സാധാരണ നടക്കാറില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് കൈ ഉയർത്താത്തവർ ചെയ്തത് ആക്ഷേപിക്കേണ്ടത് ശരിയാണ് എന്നാണ് പറഞ്ഞത്. കൈ ഉയർത്തുന്നവരെ അള്ളാഹിനോടാണ് കരുതി ഉയർത്തിക്കോട്ടെ, നമുക്ക് കേസൊന്നുമില്ലല്ലോ. അള്ളാഹുവിനോടല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. കഫിറു അന്നീദുനൂബീന ഇതുള്ള മൗലിദിൽ അതിനെപ്പറ്റി ഉള്ളത് എന്നാണ് എൻ്റെ നിഗമനം പറഞ്ഞത്. അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. വായനയിൽ വരുന്ന കാര്യങ്ങൾ സാധാരണ ചോദിക്കുന്ന ആളുകൾ ഉണർത്താനുള്ളൊരു സ്വാതന്ത്ര്യം, അതിൻ്റെ ഒരു അവകാശം ഒരു മതപ്രബോധകൻ, ഒരു മൂലേരി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടല്ലോ, അതെനിക്ക് പറയാമല്ലോ. അത് പറയുന്നതിനോട് വിയോജിക്കുന്ന ആളുകൾക്ക് വിയോജിക്കാനും അവകാശമുണ്ട്. അത് ചർച്ചയാക്കുന്നവർക്ക് ചർച്ചയാക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ആ ചർച്ചകൾ വരട്ടെ, പൊന്തി വരുമ്പോൾ അതിന് കാര്യങ്ങൾ തിരിയല്ലോ. അതിനാരുടെ കൂടിയാണ് ആൾ കൂടുന്നതെന്ന് വെച്ചാൽ കൂടിക്കോട്ടെ. നമ്മളിവിടെ എൻ്റെ കൂടെ എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി സംസ്ഥാനക്കാരായി എന്നൊന്നും പറഞ്ഞല്ലോ ഇതൊന്നും പറയുന്നത്. നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയില്ല. ഇതൊന്നും സംസ്ഥാനൻ്റെ പേരിലുമല്ല, ഈ പരിപാടിയും സംസ്ഥാനൻ്റെ പേരില്ല. ഇത് നജീബ് മൗലവിനായിട്ടുള്ള സമകാലിക പരിപാടി വിഷയം മുന്നിൽ വെക്കുന്നു, നജീബ് മൗലവി സംസാരിക്കുന്നു. ഇതൊന്നും സംസ്ഥാന ജമിയത്തുലമയോ സംസ്ഥാനയോ ഉത്തരവാദിയല്ല, സംസ്ഥാനയുടെ പേരിലല്ല ഈ പറയുന്ന സംഗതികളും. അതുകൊണ്ട് തന്നെ ഈ കാര്യം അത്രയും വളരെ സുവ്യക്തമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഒന്നുകൂടി പറയാം, കയ്യുയർത്തുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥനയാണ് എന്ന നിലക്ക് പ്രാർത്ഥനയാണെങ്കിലാണ് യോജിപ്പുള്ളൂ. അത് തന്നെ ബെയ്ത്തുകൾ നടക്കുന്നിടത്തൊക്കെ ഇല്ലല്ലോ എന്ന് നമ്മൾ പറയാം. പിന്നെ റബ്ബന റഹംനാന്ന്, അത് റബ്ബി ഓർഹംനാന്ന്, അത് ഒരു കൈകടത്തല്ല. റബ്ബി ഓർഹംന ജമിയാന്നല്ലേ ഏട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഏട്ടിലൊക്കെ അതാണ് റബ്ബി ഓർഹംന ജമി. അങ്ങനെ വന്നാൽ രണ്ട് കാര്യമുണ്ട്. റബ്ബി ഓർഹംന എന്ന് പറയുമ്പോൾ ഈ വാവ് അത്തുഫിൻ്റെ വാവാ. അതിൻ്റെ മുമ്പ് സാധാരണഗതിയിൽ ഒരു മഅത്തൂഫ് അലൈഹി കളയണം. അത് യഗ്ഫിർ എന്നത് ഒർഹം എന്നത് എപ്പോഴും യഗ്ഫിറിനോട് അത്ഫ് ചെയ്തിട്ടാണ് വരിക. അപ്പം യഗ്ഫിർ ഒർഹംന എന്ന് പറയുന്ന നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് റബ്ബി ഓർഹംന ജമീഅ. ഇത് അറബി ഭാഷക്കുള്ളൊരു പ്രത്യേക സുഖ, പ്രത്യേകം ചില ചിഹ്നങ്ങളിലൂടെ ഒരു ചെറിയ വാക്യങ്ങളിലൂടെ ഒരു പ്രത്യേക ഫെയിലിനും കൂടി നമുക്ക് കിട്ടുക എന്ന്. അലഫ്തുഹാ തിബ്നം വമാ അംബാരിദ എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളത്തെ കുടിപ്പിക്കുകയും ചെയ്തു എന്നല്ലേ നമ്മളോട് കൊടുക്കുക യോജിപ്പിനനുസരിച്ചുകൊണ്ട്. അതേ രീതിയിൽ റബ്ബി വർഹംന ജമീഅ എന്ന് കേട്ടിട്ടുള്ളതിന് ഇപ്പം കുറേ കുട്ടികൾ കണ്ട് രൂപയും റബ്ബാനാ റഹംന എന്ന് പറയാം. അത് ഏതെങ്കിലും കുറച്ച് കുട്ടികൾ ചെല്ലുമ്പോൾ ബാക്കിലുള്ളവരെ കേട്ട് അതങ്ങനെ ശീലാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആ വരി റബ്ബന എന്ന് പറഞ്ഞ് അള്ളാൻ്റെ റസൂലിനോടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റബ്ബി റഹ്മന എന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്ന സ്റ്റോപ്പാ. അതുവരെ റസൂൽദാനോട് മുനാജാത്തായിട്ട് റസൂൽദാനോട് ഇസ്തിഷ്വ ആയിട്ട് സംസാരിച്ചിട്ട് റബ്ബി റഹ്മന ജമീഅ എന്ന് അവസാനം റബ്ബി റഹ്മ അന്ത ഖൈറുർ റഹീമീൻ അറിയില്ലേ, ആ ഒരു വാക്ക് അവസാനമായി കൊടുക്കുക എന്ന് പറഞ്ഞതാണ് ആ മൗലിദിലുള്ള റബ്ബി എന്ന് വരി. ആ ഒരൊറ്റ വരി കണ്ടുകൊണ്ട് യാ വലിയൽ ഹസനാത്തി മുഴുവൻ നടക്കുന്നതൊക്കെ കൂടി അങ്ങനെ പറയേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നത് ഞാൻ കണ്ട തെളിവിൻ്റെയും നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട്, എൻ്റെ നിവാരണത്തിൽ വിവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ സംസാരത്തിലെ മറുപടിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീളക്കരത്തെ ഷീനീലബ്ബായാലും സാഹിബിൻ്റെ ഇതിലാണ് നമ്മളത് കാണുന്നത്. അത്തരം ഇതിലൊക്കെ കഫിറൂന്നാ കാണുന്നത്. അപ്പം നബിയോടുള്ള സംബോധനയാക്കിയിട്ടാണ് അവരൊക്കെ ഇതിനെ കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു വന്നത്. പിന്നെ നബിനോടാണെങ്കിൽ കൈ ഉയർത്തിയൂടെ എന്ന് ചോദിച്ചാൽ നബിയോടാണെങ്കിൽ അത് ദുആയാണ് എന്ന് പറയും. എന്നാൽ അപ്പം ചിന്തിക്കുക, ദുആയാണെങ്കിലേ കൈ ഉയർത്തൽ സുന്നത്തുള്ളൂ. ദുആയാണെങ്കിൽ പോലും കവിതയിൽ സാധാരണ വരുമ്പോഴൊന്നും നമ്മൾ അങ്ങനെ ദുആ ചെയ്യാറില്ല എന്നാണ് നമ്മൾ പറയാറ്. വല്ലാഹു യഖ്ദി ബിഹി ബാത്തിം വാഫിറ എന്ന് അൽഫിയോതും ആരും കൈ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ പറയല്ലേ. എത്ര സ്വല്ലല്ലാഹു അലൈഹി നമ്മുടെ വീട്ടിൽ കൂടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നൊക്കെ. ദുആയിലാവുമ്പോൾ മാത്രം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഉയർത്തും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറയുമ്പോൾ കൈ ഉയർത്തും. നമ്മൾ സാധാരണ സ്വലാത്തിലാണെങ്കിൽ അവിടെ ഒന്നും കൈ ഉയർത്തലില്ലല്ലോ. അപ്പം അതൊക്കെ പ്രാർത്ഥനയല്ലേ. പ്രാർത്ഥനയാണെങ്കിൽ പോലും കവിതകളിൽ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൈ ഉയർത്താറില്ല. ഉയർത്തിയ കേസുണ്ട്, തെറ്റുണ്ട് എന്നെല്ലാം നമ്മൾ പറയുള്ളൂ, ഉയർത്താറില്ല.
അത് തന്നെ പോരെ അച്ചടക്കത്തിൽ നിന്ന് നബിയുടെ വരവിനെ കണ്ട് നബിയുടെ ആത്മീയമായ ആഗമനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഭക്ത്യാദരപൂർവ്വം നടത്തുന്ന യാ നബി സലാം അലൈക്കും എന്ന ഖിതാബിൻ്റെ രീതിയിലുള്ള സംസാരത്തിൽ നബിയോടുള്ള സംസാരമാണ് അത്രയും എന്ന് പറയുന്നതല്ലേ ലാഹിർ. അതിൻ്റെ ഇടയിൽ മറ്റൊരു നിലയിലേക്ക് പോകുന്നത് യാ നബി എന്ന് നമ്മൾ പറയുന്നതൊക്കെ നബിനോടല്ലേ. അതിൻ്റെ ഇടയിൽ മറ്റൊരു നിലക്ക് പോകുന്നതിന് തെളിവ് വേണ്ടേ? ആ തെളിവ് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നബിനോട് പറയാൻ പറ്റില്ല എന്ന വഹാബി ദുഷ്പ്രചാരണത്തിൽ നിന്ന് മനസ്സിലിങ്ങനെ കരട് കുടുങ്ങി കൊടുക്കുള്ള വിഷമമാണ്. ആ എരട് ഞമ്മക്ക് കുടുങ്ങിയിട്ടില്ല. അള്ളാൻ്റെ റസൂലിനോടും അതേ രീതിയിൽ പാപം പൊറുക്കാനും മറ്റുമൊക്കെ പറയാം എന്നാണ് നമ്മൾ ഇസ്തിസ്വായെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. അതനുസരിച്ച് ഈ വരികളൊക്കെ നബിനോട് തന്നെയാകുന്നു എന്നാണ് ലാഹിർ. അതനുസരിച്ച് കൈ ഉയർത്തേണ്ടതില്ല. നബിനോടുള്ള ഇസ്തിസ്വായിൽ കൈ ഉയർത്തൽ തേടപ്പെട്ടിട്ടില്ല. തേടപ്പെട്ടത് ദുആക്കേ ഉള്ളൂ. ദുആ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനക്കാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഈ മൗലിദിലുള്ളതെങ്കിൽ പോലും പ്രാർത്ഥനയിൽ ആ കവിതകൾക്കിടയിൽ ഒരു ദുആ വന്നാൽ ആ ദുആക്ക് സാധാരണ കൈ ഉയർത്താറില്ലല്ലോ. അതുകൊണ്ടാവാം കാര്യവിവരമുള്ള പണ്ഡിതന്മാർ കൈ ഉയർത്താതെ നിൽക്കുന്നത് എന്നാണ് എൻ്റെ മറുപടിയിൽ നിവാരണത്തിൽ ബുൽബുൽ കൊടുത്തതിലുള്ളത്. ഇവിടെ സംസാരിച്ചതിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതുതന്നെ ഇപ്പോഴും പറയുള്ളത്.